പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് കേസ് അവസാനിപ്പിക്കുന്നു. സുകുമാരക്കുറുപ്പിനായുള്ള അന്വേഷണത്തിന്റെ കേസ് ഫയൽ അവസാനിപ്പിക്കാനൊരുങ്ങി അന്വേഷണ സംഘം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകുന്നത്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നു. ഷീജ, ഈ സുകുമാരക്കുറുപ്പ് തിരോധാനം അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു കൽക്കട്ടയിൽ കണ്ടു എന്നതിനെ തുടർന്ന് ഒരു നഴ്സിനെ അടക്കം മൊഴി അടുത്തിടെ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? തീർച്ചയായും ഈ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിന്റെ കേസ് കേരള പോലീസിനെ ഏറെ വലച്ച ഒരു കേസ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തരത്തിലും തീരുമാനമാകാതെ കിടക്കുന്ന കേസുകൾ അത് വീണ്ടും അന്വേഷിച്ച് അതിൻ്റെ ഒരു ഒന്നുകിൽ ആ കേസ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സുകുമാരക്കുറുപ്പിന്റെ കേസും വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലുള്ള അന്വേഷണത്തിൽ, അതായത് സുകുമാരക്കുറുപ്പിനെ കാണാതായതിനു ശേഷം കണ്ട ഏക വ്യക്തി എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള നഴ്സ് രത്നമ്മയായിരുന്നു. അപ്പോൾ രത്നമ്മയുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. കാരണം 40 വർഷം മുൻപാണ് ഹൈദരാബാദിൽ വെച്ച് ഈ നഴ്സ് രത്നമ്മ സുകുമാരക്കുറുപ്പിനെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അയാൾ ഹൃദ്രോഗിയായിരുന്നു എന്നുള്ളതാണ് രത്നമ്മയുടെ മൊഴി. അതേ തുടർന്ന് ICUവിലടക്കം അന്ന് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ 40 വർഷം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗത്തെ തുടർന്ന് സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്നുള്ളൊരു അനുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് മേധാവി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒക്കെ യോഗം ചേർന്നായിരിക്കും ഇതിൽ കേസ് അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഉമ.